ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനമെങ്ങും SNDP യോഗം ശാഖകളുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടത്തി. ഗുരുദേവ ദർശനവും മതബാഹ്യ ആത്മീയതയും വിളിച്ചോതുന്നതായിരുന്നു ചതയ ദിനഘോഷയാത്ര. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മാത്യു ഉണ്ട്. മനീഷ്, വിവിധ ഇടങ്ങളിലെ ഘോഷയാത്രകളൊക്കെ എങ്ങനെയായിരുന്നു, ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് വിശദാംശം? അഖില, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ പള്ളാത്തുരുത്തി SNDP ശാഖ നമ്പർ 25-ന്റെ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളിലാണ്. സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് വിവിധ ഭാഗങ്ങളിലായി ശാഖകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷമാണ് 171ാമത് ശ്രീനാരായണ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട നടത്തിവരുന്നത്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. നിലവിലിപ്പോൾ ഞാനുള്ളത് പള്ളാത്തുരുത്തി SNDP ശാഖ നമ്പർ 25-ലെ ശ്രീനാരായണ ഗുരു ജയന്തി ആയി സംബന്ധിച്ച് നടത്തുന്ന ഘോഷയാത്രകളാണുള്ളത്. സംസ്ഥാനത്തൊട്ടാകെ ഈ നവോത്ഥാന നായകൻ കൂടിയായ ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മ ദിവസം കൂടിയായ, അതായത് ചതയ നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ആ ചതയ നക്ഷത്രത്തിൽ അദ്ദേഹം ജനിച്ചതിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന് ഇവർ ആഘോഷിക്കുന്നത്. നവോത്ഥാന നായകൻ്റെ പ്രസക്തി വിളിച്ചോതുന്ന തരത്തിലേക്കുള്ള ഘോഷയാത്രകളാണ് എല്ലായിടത്തും സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവോണനാളോട് ചേർന്ന് കൂടിയുള്ളതുകൊണ്ട് തന്നെ ഘോഷയാത്രകളിലൊക്കെ മാവേലിയുടെ അടക്കം സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. അതിനോടൊപ്പം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ ദിവസവുമായി ബന്ധപ്പെട്ട വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ നടന്നു. അതായത് ഓണക്കോടി കൊടുത്തതടക്കം അന്നദാനമടക്കമുള്ള വിവിധ തരത്തിലുള്ള പരിപാടികളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നു വരുന്നത്. നിലവിലിപ്പോൾ ഇപ്പോഴും വിവിധ ഭാഗങ്ങളിലായി, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ശാഖകളുടെ നേതൃത്വത്തിൽ ഈ ശ്രീനാരായണ ഗുരു ജയന്തി ദിനാഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അഖില, ശരി, മനീഷ് മാത്യു ആണ് വിവരങ്ങൾ നൽകിയത്.